അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സീരീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡേ ഇൻ മൈ ലൈഫ് കണ്ടിന്യൂസ്ലി എടുത്തിട്ട് അത്യാവശ്യം നല്ല ടയേർഡാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ടയേർഡായിരുന്നു, ഉമ്മച്ചി നല്ല ടയേർഡായിരുന്നു. അപ്പോഴത്തേക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ ഷൂട്ട് ചെയ്യൽ എഡിറ്റ് ചെയ്യലൊക്കെ ആയിട്ട് വയ്യാണ്ടായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസം ബ്രേക്കൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളിവിടെ ഞങ്ങളുടെ കിച്ചൺ ഒന്ന് ജസ്റ്റ് ഓർഗനൈസ് ചെയ്യാൻ പോകണ്ട, ഞാനും ഉമ്മച്ചിയും കൂടി ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോഡക്റ്റ്സ് ഓൺലൈൻ വാങ്ങുമ്പോൾ സ്മാർട്ടായിട്ട് ഷോപ്പ് ചെയ്യുന്ന ട്രിക്കും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കോവിഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഓൺലൈനായിട്ടൊക്കെ ഷോപ്പ് ചെയ്യാൻ നോക്കാം, വീട്ടിലിരിക്കുക. നമുക്കപ്പോൾ ഷോപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഏർണിങ്സ്, കുറച്ച് എക്സ്ട്രാ ഒരു ക്യാഷ് ബാക്ക് കൂടെ കിട്ടുന്ന ഒരു വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കിച്ചൺ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം പഴയ കിച്ചണാണ്, നമ്മുടെ പഴയ വീടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഷെൽഫും കാര്യങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ നിരത്തി വെച്ചിട്ട് മുച്ചിട്ട് കുറേ പഴയ കുപ്പിയും പാട്ടൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്ട. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ദൂരെ മാറ്റി കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ക്യാഷ് കവർ യൂസ് ചെയ്തിട്ടാണ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് കവർ യൂസ് ചെയ്ത് നമുക്ക് ആമസോണിൽ നിന്ന് മാത്രമല്ല ഫ്ലിപ്കാർട്ട്, അജിയോ, മാമാർട്ട് അങ്ങനെ 1500 സൈറ്റ്സിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ്സ് വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു എക്സ്ട്രാ ക്യാഷ് ബാക്കും കൂടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ക്യാഷ് ബാക്ക് ഉണ്ടല്ലോ, അത് റിയൽ മണിയാണ്. നമുക്ക് ഡയറക്റ്റ്ലി ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആമസോൺ ഗിഫ്റ്റ് വൗച്ചേഴ്സൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പ്രോഡക്ട്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് കാണാവേ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ഈ ഒരു ഏരിയയില് കുറച്ച് കുറെ കുപ്പിയും പാട്ടൊക്കെ നിരത്തി വെച്ചേക്കാണ്ട് കുറെ പഴയ കുപ്പികളും പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്തിരുന്ന് മാറ്റി കളഞ്ഞിട്ട് ഞാൻ ഒരു പുതിയ സാധനം എടുത്തിട്ടുണ്ടേ. അപ്പൊ ഞങ്ങൾ ഒരു സ്പൈസ് റാക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല നല്ല ഭംഗിയുള്ള ഒരു സ്പൈസ് റാക്കാണ് കേട്ടോ. ഇതിനകത്ത് എത്രയാ 16 ബോട്ടിൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്പൈസസും, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലതാണ്, ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര ക്വാളിറ്റി ഒന്നും ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ആണ് കേട്ടോ. അത്ര മോശം ക്വാളിറ്റി ഒന്നും അല്ല. പ്ലാസ്റ്റിക്കിന്റെ ആണ്, കണ്ടെയ്നേഴ്സ് ഒക്കെ പ്ലാസ്റ്റിക്കിന്റെ ആണ്. അപ്പൊ നമുക്ക് നല്ലൊരു സ്പേസ് സേവർ ആണ് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പർച്ചേസ്. അല്ലെങ്കിൽ 600 സംതിങ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി ആ പഴയ കുപ്പികളൊക്കെ മാറ്റിയിട്ട് ഈ സാധനം അവിടെ വെക്കാൻ പോവാണേ. ഇനിയിപ്പോ അടുത്തത് നമ്മുടെ ഈ ഒരു ഏരിയ ആണ്, ഒരു പാത്രം കഴിയുന്ന ഏരിയ ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ വെച്ച് മീൻസ് ഇങ്ങനെ പാത്രം കഴിയുന്ന സാധനവും കുപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ വെച്ചേക്കാണ്. അതൊക്കെ സുജി ഒളിച്ച് കളഞ്ഞ് ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, കൈ പോലൊരു സാധനം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്ത് തുമ്പി. അപ്പൊ അതിന് പറയായിട്ട് നമ്മള് ഇങ്ങനെ ഒരു സംഭവം മേടിച്ചിട്ടോ കേട്ടോ. ഇത് നല്ല സംഭവമല്ലേ മുച്ചി? ഇത് നല്ലതാണ്. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെക്കാം. ബ്രഷ് ഇങ്ങനെ കഴുകുന്ന ബ്രഷുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എടുത്ത് ഇവിടെ വെക്കാം. പിന്നെ ഇതൊക്കെ വെക്കാനായിട്ട്, സോപ്പൊക്കെ വെക്കാനായിട്ടും അങ്ങനെ എല്ലാത്തിനും സ്ഥലമുണ്ട്. പിന്നെ അതാ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞി ടർക്കിയും കൂടി എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ടവൽ ഇങ്ങനെ ഇടാനുള്ള അങ്ങനെയുള്ള ഒരു സ്പേസും കൂടെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലോണം സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്ത പർച്ചേസ് കേട്ടോ. അപ്പൊ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്, അതുപോലെ നല്ല നീറ്റ് ആയിട്ട് ഇരുന്നോണ്ട്. ഈ ഒരു സാധനം ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ബാക്കി സാധനങ്ങളൊന്നും വേണ്ട, അത്രയും സ്പേസ് നമുക്ക് ലാഭിക്കാവേ. ഇനിയിപ്പോ അടുത്തത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഉമ്മച്ചിയുടെ പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നത്തെ സാധനം. അയ്യോ, ഇത് ഈയിടെ മേടിച്ചതാണ്. അതെ, കുക്കർ പൊട്ടിത്തെറിച്ച് അതിൽ വന്ന് എപ്പോഴാ ഞാൻ ദുബായ് വന്നപ്പോഴാണ് തോന്നുന്നല്ലേ, കുക്കർ പൊട്ടിത്തെറിച്ചിട്ടാ. എന്നിട്ട് ഫുള്ള് എല്ലാം തെറിച്ച് വീണ് നമ്മുടെ സ്റ്റൗ ഒക്കെ പൊട്ടി എല്ലാം നാശമായിട്ട്. സ്റ്റൗ ആയിരുന്നു അതെങ്ങനെ പൊട്ടിത്തെറിച്ചത് ഉമ്മച്ചി? എന്തോ വെച്ചിട്ട് സാമ്പാറിന്റെ പരിപ്പെങ്ങാണ്ട് ഇടയ്ക്കിട്ടില്ല, അത് സൂക്ഷിക്കാട്ടോ ഉമ്മച്ചി. ഇപ്പഴല്ല, ഉമ്മച്ചി ഭാഗ്യത്തിനോട് ഇല്ലായിരുന്നു. അപ്പൊ ആകെ കുളമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതെന്താ അതിനകത്ത് പൊട്ടിത്തെറിച്ച് വീണിട്ട് ഇതൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ആകെ അലമ്പായിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് മാറ്റിയിട്ട് ഇവിടെ വേറൊരു സാധനം റീപ്ലേസ് ചെയ്യണേ. അപ്പൊ അതിന് പകരമായിട്ട് ഈ ഒരു
കപ്പ് ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അല്ലെ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആണ് കേട്ടോ ഇത്. നമുക്ക് കപ്പൊക്കെ ഇങ്ങനെ കൊളുത്തിയിടാം. അത് എത്ര ഇടാൻ പറ്റും? 12 ഇടാം. നമുക്ക് 12 കപ്പൊക്കെ ഇങ്ങനെ കൊളുത്തിയിടാം കേട്ടോ ഇതിനകത്ത്. നല്ല ക്യൂട്ട് ആയിട്ടല്ലേ, നമുക്ക് ഒരുപാട് സ്ഥലവും വേണ്ട. നോക്കിയേ, ഇത്രയും സ്ഥലം മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കുറച്ചൊന്ന് നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി ഇതൊക്കെ കൊണ്ട് ഉമ്മച്ചി ദൂരെ കളഞ്ഞു. അപ്പോൾ നമ്മൾ അത്രയും ഭാഗവും ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ആവശ്യമില്ലാത്ത കുപ്പിയും പാട്ടയൊക്കെ മാറ്റി ആ ഒരു സ്പൈസ് റാക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് സ്ഥലം ലാഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത പർച്ചേസ് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ ഇനി അടുത്തത് ഈ ഒരു ഓർഗനൈസർ ആണ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഓർഗനൈസർ ആണ്. നമുക്ക് ഇതിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാം. എന്തൊക്കെ വെക്കാൻ പറ്റും? വെജിറ്റബിൾസ് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അങ്ങനെ ഉള്ളിയൊക്കെ വേണമെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് കിച്ചണിൽ വെക്കാം കേട്ടോ. ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ ഇതിന്റെ അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ മിക്കപ്പോഴും അവിടെ വെക്കുമ്പോൾ മൂടി വെക്കാൻ പറ്റും. പക്ഷെ ഇതിങ്ങനെ ലോക്കല്ല, ജസ്റ്റ് ഇങ്ങനെ. പക്ഷെ ഇത് മതി, നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട് ഈ ഒരു മൂടി മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസർ ആണ്. നോക്കി ഇങ്ങനെ 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 എണ്ണമുള്ള ഈ ഒരു സെറ്റ് ആയിട്ടാട്ടോ വരുന്നത്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാത്തിനെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെയിം പ്രോഡക്റ്റ്സ് എക്സ്ട്രാ ക്യാഷ് ബാക്കോട് കൂടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്യാഷ് കവർ യൂസ് ചെയ്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് പർച്ചേസിന് മിനിമം 50 റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ. പിന്നെ ആമസോണിലാണെങ്കിൽ 4.5% റിവാർഡ്സും കൂടെ കിട്ടും. അപ്പൊ ഞാൻ ഇന്ന് കാണിച്ച ഈ ഒരു സെയിം പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ക്യാഷ് കവർ യൂസ് ചെയ്ത് എക്സ്ട്രാ ക്യാഷ് ബാക്കോട് കൂടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്. അപ്പൊ നേരെ തന്നെ പോയി ഡിസ്ക്രിപ്ഷനിലുള്ള പ്രോഡക്റ്റ്സ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ക്യാഷ് കവറിൽ സൈൻ അപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു ആമസോണിലുള്ള പ്രോഡക്ട്സിലോട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി എങ്ങനെയാണ് നമ്മൾ നോർമലി വാങ്ങാറുള്ളത് അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് വാങ്ങുക. നമുക്ക് ഏത് പേയ്മെന്റ് മെത്തേഡ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിൽ നമുക്ക് അതും കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം പ്രോഡക്ട്സ് എക്സ്ട്രാ ക്യാഷ് ബാക്കോട് കൂടി നമുക്ക് ക്യാഷ് കവർ ഒന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ കറങ്ങി തിരിഞ്ഞ് ഫ്രിഡ്ജിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേണ്ട ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും ഭയങ്കര അടിപൊളിയല്ലേ? ഇത് നല്ലതാണ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പച്ചമുളക് എല്ലാം കഴി ഓരോ ഫ്രൂട്ട്സ് അത് പെട്ടെന്ന് എടുക്കാവുന്നതൊക്കെ അതിന്റെ അകത്തിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുക. ഇങ്ങനെ തക്കാളി എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ഭയങ്കര ഈസി ആയിട്ട് വെക്കാനും പറ്റും. ഇങ്ങനെ വെച്ചാൽ ചീത്തയായി പോത്തൊന്നുമില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഒന്നും ആവില്ല കേട്ടോ. ഇതിന് മുന്നേ എല്ലാം ഇങ്ങനെ കവറിൽ കെട്ടി വെക്കാം. അപ്പൊ ഈ ഒരു സാധനമൊക്കെ വാങ്ങിച്ചോട് കൂടി നമുക്ക് ഭയങ്കര ഈസി ആയിട്ടാ നമുക്ക് എന്തും വെക്കാം. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ തന്നെ നോക്കി ഇങ്ങനെ അടുക്കിയൊക്കെ 2-3 പാത്രങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെയൊക്കെ സേവ് ചെയ്യാം കേട്ടോ. ഒരുപാട് സ്ഥലം നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത പർച്ചേസ് എന്ന് പറഞ്ഞത്. ഇത് ഭയങ്കര അടിപൊളി പർച്ചേസ് ആയിരുന്നു കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പർച്ചേസ് ആയിരുന്നേ. അപ്പൊ ഇനി അടുത്ത പർച്ചേസ് എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു മാറ്റാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ നോക്കിയേ, ഇത് നമ്മുടെ ഫ്രിഡ്ജില് ഈ ഒരു ഗ്ലാസിന്റെ മേലെ നമുക്ക് ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു ഷീറ്റാണ് കേട്ടോ. അപ്പൊ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റാണ് കേട്ടോ. നല്ല കട്ടിയുണ്ട്. നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ വേറെ അഴുക്കുകളും കാര്യങ്ങളൊന്നും പറ്റില്ല. നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. അതായത് നോക്കിയാൽ നല്ലതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ. നല്ല കട്ടിയുള്ള ഷീറ്റാണ്. നമുക്കിത് നല്ല വലുപ്പത്തിലാട്ടോ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. നമ്മുടെ ഫ്രിഡ്ജിന്റെ അളവിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാട്ടോ ഇട്ടേക്കണേ. സ്വല്പം കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ ബ്ലൂ, യെല്ലോ കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു വൈറ്റ് കളർ തന്നെയാണ് വാങ്ങിയത്. കാരണം നമുക്ക് പെട്ടെന്ന് ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഇപ്പൊ ഈ വൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഇട്ടിട്ടുണ്ട് എന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ നോർമലി ഫ്രിഡ്ജിന്റെ ആ ഒരു ഗ്ലാസ് പോലെ തന്നെ തോന്നുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ട് അതാട്ടോ വാങ്ങിച്ചേക്കണേ. അപ്പൊ ഇതും നല്ലൊരു അടിപൊളി പർച്ചേസ് ആയിട്ട്. ഇതിനൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ്. ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി സാധനമാട്ടോ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ക്യാഷ് കവർ യൂസ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിൾ ആട്ടോ. ജസ്റ്റ് 2 സ്റ്റെപ്പേ ഉള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്കൊരു 1500 എബോ സൈറ്റ്സിൽ നമുക്ക് പ്രോഡക്ട്സ് വാങ്ങാൻ പറ്റും. ഫ്ലിപ്കാർട്ട്, ആമസോൺ, അജിയോ അങ്ങനെ ഏത് സൈറ്റ്സിൽ നമുക്ക് പ്രോഡക്ട്സ് വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സൈറ്റ്സിന് എങ്ങനെയാണ് പ്രോഡക്ട്സ് വാങ്ങേണ്ടതെന്ന് പറഞ്ഞുതരാം. അതങ്ങനെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫസ്റ്റ് ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ക്യാഷ് കവറിന്റെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏത് സൈറ്റാണോ ഏത് വെബ്സൈറ്റ് ആണോ വേണ്ടത് അത് സെർച്ച് ചെയ്യാം.
എന്നിട്ട് ആ ഒരു ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വിസിറ്റ് റീറ്റെയിലർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു സൈറ്റിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോർമലി അവിടെ നിന്ന് എങ്ങനെയാണ് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങുന്നത് അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങാം. ഫൈനൽ നമ്മൾ മൈ ഏർണിംഗ് സെക്ഷനിൽ പോയി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ അറിയാൻ പറ്റും നമുക്ക് ഏതൊക്കെ ഏർണിങ്സ് പെൻഡിങ്ങിലുണ്ട്, ഏതൊക്കെയാണ് കൺഫേം ആയിട്ടുള്ളതെന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് അതിൻ്റെ റിട്ടേൺ പീരീഡ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ റിട്ടേൺ ഒന്നും ചെയ്യാത്ത പക്ഷം ആ ഒരു ഏർണിങ്സ് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വൺസ് അതൊരു 250 rupees എത്തിക്കഴിയുമ്പോൾ നമുക്കത് ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ക്യാഷ് കറോ യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങി നോക്കണം കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ അടിപൊളിയാണ്. ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സും തന്നെ ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാഷ് കറോ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടുമല്ലോ, നല്ല കാര്യമല്ലേ. അപ്പോൾ എന്താ അത് മിസ് ചെയ്ത് കളയണ്ട. അപ്പോൾ എല്ലാത്തിനും ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ വേഗം പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.